അല്ലാമ മുഹമ്മദ് ബിൻ സുലൈമാൻ കുർദി അവർകൾ പറയുന്നു, ദിക്ർ ഖുർആൻ പാരായണം പോലെ തന്നെ ആയത്തുകളുടെയും ഹദീസുകളുടെയും വ്യക്തമായ ആശയം കൊണ്ട് തന്നെ അഭികാമ്യമായ ഒരു കാര്യമാണ് ദിക്ർ. ബാഹ്യ പ്രകടനത്തെക്കുറിച്ചുള്ള ആശങ്കയോ നിസ്കരിക്കുന്നവനെ പോലെയുള്ളവർക്ക് ശല്യമോ ഇല്ലെങ്കിൽ ദിക്ർ ഉറക്കെ ചൊല്ലുന്നതാണ് ഉത്തമം. കാരണം അതിൽ കർമ്മം കൂടുന്നു, അതിൻ്റെ മഹത്വം ശ്രോതാവിലേക്ക് കൂടി പകരുന്നു. പാരായണം ചെയ്യുന്നവൻ്റെ ഹൃദയത്തെ അത് തട്ടിയുണർത്തുന്നു, അവൻ്റെ ഇച്ഛാശക്തിയെ ചിന്തയ്ക്ക് സഹായകമായി അത് സംഭരിക്കുന്നു, അവൻ്റെ ശ്രവണത്തെ അതിലേക്ക് തിരിച്ചുവിടുന്നു, നിദ്രയെ വിരട്ടിയോടിക്കുന്നു, ആവേശം വർദ്ധിപ്പിക്കുന്നു. സമീപത്ത് ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരാളുണ്ടായിരിക്കെ ഒരു സംഘം ആളുകൾ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയും ഉച്ചത്തിലുള്ള പാരായണം കൊണ്ട് ഉറങ്ങുന്നവന് ഉപദ്രവം നേരിടുകയും ചെയ്താൽ അവരോട് ശബ്ദം താഴ്ത്തുവാൻ കൽപ്പിക്കണം, പാരായണം ഉപേക്ഷിക്കാൻ കൽപ്പിക്കരുത്. ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വവും ഉപദ്രവവും ഉപേക്ഷിക്കുക എന്ന സംഗതിയും രണ്ടും കൂടി സംഗമിക്കുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ ശബ്ദം താഴ്ത്തുന്നില്ലെങ്കിൽ അത് കറാഹത്താണ്. ഉപദ്രവം ഏൽക്കുന്നവൻ അനുമതി നൽകിയാലും ശരി കറാഹത്താണ്. കാരണം ഉപദ്രവമുണ്ടാക്കുന്നത് കറാഹത്താണെന്ന് ഒരു ഉപാധിയും കൂടാതെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അനുവാദം മിക്കപ്പോഴും ലജ്ജനിമിത്തമായിരിക്കാം. പക്ഷേ ഉറങ്ങുന്നവൻ നിസ്കരിക്കുന്നവർക്ക് സ്ഥലപരിമിതി സൃഷ്ടിക്കുകയോ അവർക്ക് ശല്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ ഉറക്കം ഹറാമാകും.